ടേസ്റ്റുള്ള ആപ്പിൾ പൈ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഷുഗർ ബട്ടറൊക്കെ ചേർത്ത് ആപ്പിൾ ചെറുതായി കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ കേക്കിന് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. ഇതിന് മുന്നേ ആപ്പിളൊക്കെ ചേർത്തിട്ടുള്ള ഫ്രൂട്ട് കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ. രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനുവേണ്ടി എന്തൊക്കെ ആവശ്യമായി വേണ്ടതെന്ന് നോക്കാം. വാൾനട്ട്, ഷുഗർ, ആപ്പിൾ, 2 എഗ്ഗ്, ആവശ്യത്തിന് ബട്ടർ, മൈദ, ഇതൊക്കെയാണ്. ഇനി നമുക്ക് 2 വലിയ ആപ്പിളാണ് വേണ്ടത്. അത് നല്ല ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസായി ആദ്യം ഒരു ആപ്പിൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇത് നമ്മൾ അതിൽ ബാറ്ററിൽ ചേർക്കാൻ വേണ്ടിയാണത്. രണ്ടാമത്തത് ഇതുപോലെ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അത് ഫില്ലിങ്ങിന് വയ്ക്കാനാണ്. ഇനി ആപ്പിളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ചിട്ട് അത് നല്ല ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് നല്ല ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഷുഗർ നമ്മൾ മൊത്തത്തിൽ 135 ഗ്രാം ഷുഗറാണ് ചേർക്കുന്നത്. അതിൽ വാൾനട്ടിൽ ഒരു 2 ടേബിൾ സ്പൂണും, അതുകൂടാതെ ഇത് 100 ഗ്രാം ഷുഗർ ബാറ്റർ റെഡിയാക്കുമ്പോൾ അതിൽ ചേർക്കും. നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ആപ്പിൾ സ്ലൈസ് ഇട്ട് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിൽ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആക്കി നമുക്കിനി ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാസറോളിൽ അല്പം ബട്ടർ തൂകിയതിന് ശേഷം കുറച്ച് പൊടിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ജാറിലോട്ട് വാൾനട്ട് ഇടാം. അത് 100 ഗ്രാം അളവിലാണ്. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്തിട്ട് നല്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, തരിതരിപ്പോടുകൂടി. ഇതേ രീതിയിലാണ് അത് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. നമുക്കിനി ആ വാൾനട്ടിൻ്റെ പൊടി ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലോട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് സോൾട്ടും ഇട്ട് നല്ല ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് 1.5 കപ്പ് അളവിലാണ് മൈദ എടുത്തത്. ഏകദേശം 200 ഗ്രാമാണ്. ഇനി നമുക്ക് അതിന് വേണ്ട ബാറ്റർ റെഡിയാക്കാം. ഒരു സോസ് പാൻ വെച്ചിട്ട് അതിൽ 2 എഗ്ഗാണ് വേണ്ടത്. അത് ഒന്ന് നല്ല വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. 100 ഗ്രാം അളവിൽ പൗഡേർഡ് ഷുഗറാണ്. ആദ്യം പകുതി ഇട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലോട്ട് ഫ്ലേവറിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം. അതും ഒന്ന് മിക്സാക്കണം. എന്നിട്ട് രണ്ടാമത്തെ ബാച്ച് ഷുഗറും ഇടണം. വീണ്ടും അതൊന്നുകൂടെ ഒന്ന് നല്ല ഇളക്കി മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് അതിലോട്ട് മെൽറ്റാക്കിയ ബട്ടർ ചേർക്കാം. 60 ഗ്രാം അളവിലാണ് എടുത്തത്. അതൊന്ന് നല്ല മിക്സാക്കി എടുക്കണം. നമ്മളിതിന് വേണ്ടി 75 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. ഇതിൽ 60 ഗ്രാം ചേർത്തിട്ട് 15 ഗ്രാം നമ്മൾ ആപ്പിളൊക്കെ നല്ല സോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി നമുക്ക് പൊടി കുറേശ്ശെ ഇതേപോലെ അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ച് എടുക്കണം. ഇതിൽ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തത് കൊണ്ട് അരിച്ചെടുക്കുന്നതാണ് ഇങ്ങനെ. അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മളിതിൽ ബീറ്ററൊന്നും ഉപയോഗിക്കാതെയാണ് ഇത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ പൊടി 3-4 പ്രാവശ്യമായിട്ട് ആണ് കുറച്ച് ചേർത്ത് മിൽക്കും ചേർത്താണ് ഇത് ഇതേ രീതിയിൽ മിക്സ് ചെയ്യുന്നത്. വീണ്ടും അതുപോലെ പൊടി ഇട്ടതിന് ശേഷം അരിച്ചെടുക്കണം. ഇതിൻ്റെ കട്ടകളൊക്കെ പോകാൻ കൂടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് മിൽക്ക് ഒഴിക്കാം. ഇത് 150 മില്ലിഗ്രാം മിൽക്കാണ്. 3/4 കപ്പ് മിൽക്കുണ്ട്. ഇപ്പോൾ ബാറ്റർ ചെറുതായി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ബാലൻസ് ഒന്ന് മിൽക്ക് അതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് അതൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചെറുതായി ഒന്ന് ലൂസായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആപ്പിളൊക്കെ ചേർക്കാം. ഇനി ആ ചെറുതായി കട്ട് ചെയ്ത് സോട്ട് ചെയ്തെടുത്ത ആപ്പിളാണ്. നമുക്ക് അതൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഒരു 1/4 കപ്പ് അളവിൽ റൈസൻസ് ചേർക്കാം. അതിലോട്ട് മൊത്തത്തിൽ 1/2 കപ്പാണ് എടുത്തത്. അത് 1/4 കപ്പ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പുറത്ത് ഇടുന്നതാണ്. നമുക്കിനി ബേക്ക് ചെയ്യാൻ വേണ്ടി ബാറ്റർ അതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്കിനി ആ വാൾനട്ടിൻ്റെ പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും. ഇതേപോലെ കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വാൾനട്ടിൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട്
കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അതിലോട്ട് ആപ്പിൾ സ്ലൈസ് ആക്കിയതും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കണം. വീണ്ടും ഒന്നുകൂടെ വാൽനട്ടിൻ്റെ പൊടി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇടണം. ഇനി നമുക്ക് അതിലോട്ട് 1/4 കപ്പ് അളവിൽ റൈസൻസും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇടണം. ഇങ്ങനെ ഇടുന്നതുകൊണ്ട് കേക്കിന് നല്ല രുചിയും കാണാൻ നല്ല ഭംഗിയാവുകയും ചെയ്യും. നമുക്കിനി അത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. 150 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 45 മിനിറ്റാണ് വയ്ക്കേണ്ടത്. ഫ്രണ്ട്സ്, എൻ്റെ ഈ ആപ്പിൾ പൈ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും കൂടാതെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈവനിങ് സ്നാക്സിന് ടീ, കോഫി ഇതിനോടൊപ്പമൊക്കെ സെർവ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തുമാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തണുത്തു. ഇനി കട്ട് ചെയ്ത് നോക്കാം. ഈ ആപ്പിൾ പൈ കേക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അത്രയ്ക്ക് രുചികരമാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും വീട്ടിൽ തന്നെ ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തു. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ഫ്ലേവറും ഉണ്ട്. നമുക്കതൊരു പ്ലേറ്റിലോട്ട് വയ്ക്കാം. കാണുമ്പോൾ തന്നെ നല്ല മനോഹരമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു പീസ് എടുത്ത് നോക്കാം. അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതേ രീതിയിലാണ് അത് ഇരിക്കേണ്ടത്. നല്ല സ്മൂത്തും ആണ്. ഫ്രണ്ട്സ്, എൻ്റെ ഈ കേക്ക് ഒരു തവണ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി.